ശരിക്കും നിന്ന് ടയർഡായിട്ടായിരുന്നു നിൽക്കുന്നത്. ഓൾറെഡി ഞാൻ വലിയൊരു എക്സ്പീരിയൻസിന് ഞാൻ എന്തെയില്ല സമയം ചെലവഴിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തുടങ്ങാൻ ലേറ്റ് ആയാലും അവസാനിക്കുന്നത് എന്തായിരിക്കണം, കറക്റ്റ് സമയത്തായിരിക്കണം. സോ ഇനി എന്തായാലും ഞാൻ വളരെ കുറഞ്ഞ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബിന്ദുകൃഷ്ണനാണ് പറയുന്ന ഓർഗനൈസേഷനകത്ത് ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് ഒരു തീരുമാനം എടുത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ച് നമുക്ക് ബിന്ദു മേഡത്തിന് നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു കഴിവ് കൊടുക്കും. കാരണം ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയൊരു അനിവാര്യമായിട്ടുള്ള ഒരു ഘടകത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ടീമിനെ ബിൽഡ് ചെയ്തെടുത്തതിനകത്ത് വളരെ നല്ല രീതിയിനകത്തുള്ള പാർട്ടുള്ള ഒരാളാണ് നമ്മളെ മുസ്തഫ ബ്രാൻഡ്യോ ബിസിനസിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങും അവർക്കുള്ള എല്ലാവിധ എഫേർട്ടും കാര്യങ്ങളും എടുത്തുള്ള വേറൊരു വ്യക്തിയാണ് ഇതിനകത്ത് വൈസ് എന്ന വ്യക്തി ഇതിന്റെ ക്യാപ്റ്റനായിട്ടുള്ള നല്ലൊരു കഴിവുണ്ട്. ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാ രീതിയിനകത്തേക്ക് ബിസിനസിനെ ക്യാപ്പബിലിറ്റിയോട് കൂടി ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ ആയിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന അതെല്ലാം കൊടുത്തിട്ട് ഇന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റിനകത്തേക്ക് സക്സസ് സ്റ്റോറിയിലും വളരെ നല്ല രീതിയിനകത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ദ ഗ്രേറ്റ് ലീഡർ ആണെന്ന് നിങ്ങളൊക്കെ മെന്ററായിട്ടുള്ള നമ്മൾ ഈ അഭിമാനമായിട്ടുള്ള ഇസ്മായിൽ സർ, ബ്രാൻഡ് ന്യൂ ഇസ്മായിൽ സർ നല്ലൊരു കഴിവ്. അതിലുപരിയൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ ഇവിടുത്തെ മാസ്റ്റർ ഓഫ് സെറമണി ആയിട്ടുള്ള 2 കുട്ടികളാണ്. സോ അത് ഞാൻ തോന്നുന്നു ഒന്ന് ബിന്ദു നിങ്ങളെ മോളാണ് അല്ലേ, ഒന്നാരെ മൂപ്പര മകളാണ്. എന്തായാലും ഒരു കാര്യം ഗ്യാരണ്ടീഡ് ആണ്, ഇവർക്ക് ശരിക്കും ഭാവിയുണ്ട്. ശരിക്കും ഭാവിയുള്ള കുട്ടികളാണ്. ഞാൻ അവരോട് സ്പെഷ്യലി ഞാൻ പറയുന്നു, നിങ്ങളെ സ്കില്ലിന് ഒരിക്കലും നിങ്ങൾ കളയരുത്. കാരണം ഓരോ വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന സ്കിൽസാണ്. ആ സ്കിൽസിന് ഒരു തുടക്കമാണ്, പക്ഷെ ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിൽക്കണം. നമുക്കൊക്കെ ഒത്തിരി ഇല്ലാത്തൊരു കഴിവുകൾ ദൈവം അവർക്ക് കൊടുത്തിട്ടാണ് നമ്മളത് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എസ്പെഷ്യലി ഇവർക്കൊക്കെ വലിയ പ്രോഗ്രാമിനകത്ത് സക്സസ്ഫുള്ളി SPG മലബാർ ബിഗിനേഴ്സും ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ MC ആയിട്ട് എന്ത് ചെയ്യും, ആയിരക്കണക്കിന് ആളുകൾക്ക് നമുക്ക് ഒരു MC ആയിട്ട് ഇവർക്ക് കാണാൻ പറ്റണമല്ലേ. സോ നല്ല രീതിയിനകത്ത് നല്ലൊരു ഗൈഡ് അവർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള സാധ്യത ഇവര് 2 പേരും നല്ല രീതിയിൽ MC ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു കൈകാര്യം കൊടുക്കാം. സ്വന്തമായി കഴിഞ്ഞാലും ഒരു കാര്യം വളരെ ഓപ്പൺ ആണ്, ഡയറക്റ്റ് ബിസിനസ്സിനകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഏകൊരു ബോധ്യമുള്ളൂ. ഇപ്പൊ ഞാൻ ഇന്ന് എനിക്ക് മറ്റേ ഇസ്മായിൽ സാറിന്റെ ഭാര്യ ഇവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അവിടുന്ന് തുടങ്ങാം. കാരണം ഇസ്മായിൽ സാറിന്റെ ഭാര്യ പറഞ്ഞ വാക്ക് എന്താ വെച്ചാല്, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സങ്കടമുണ്ട് എന്ത് കാര്യത്തിനകത്ത്. നമുക്ക് ചില കാര്യങ്ങൾ ഹസ്ബൻഡിനും വൈഫിന് കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാണ് എന്റെ വൈഫും പറഞ്ഞ ഏക കംപ്ലൈന്റ് ഇതായിരുന്നു. കാരണം നമ്മൾ ഫുൾ ടൈം പുറത്തായിട്ടുണ്ടായില്ല, അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാലോ നമ്മൾ ഫോണിന്റെ മുകളിലോ മറ്റുള്ള ഫോണിനകത്തോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിനകത്തായിരിക്കും നമ്മൾ കൂടുതൽ സമയം ഉണ്ടാകുക. അപ്പൊ വൈഫിനോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഈ സമയത്തെങ്കിലും എന്ത് ചെയ്തൂടെ, നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തൂടെ എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കും. അപ്പോഴും ഞാൻ വൈഫിനോട് പറയുന്ന സാഹചര്യത്തിൽ സാമ്പത്തികപരമായിട്ട് ഞാൻ സെറ്റ് ആകത്തോളത്തോളം കാലം എന്റെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യില്ലാണ്. ആ വൈഫിന് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയ ഒറ്റ സംഭവം വെച്ചാൽ ഞാൻ വൈഫിനോട് പറയുന്ന വാക്ക് എത്ര മാത്രമേ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏക വാക്ക് എത്ര മാത്രമേ ഉള്ളൂ, ഇങ്ങൾക്ക് പിയാപ്പയുടെ അടുത്ത് കിട്ടുന്നുണ്ടല്ലോ ഇല്ലേ, പിയാപ്പയുടെ അടുത്ത് കിട്ടാതെ ഗൾഫിൽ എത്ര പേരുണ്ട് ആണല്ലേ. അങ്ങനെ ചിന്തിച്ചു നോക്കി, ഗൾഫിൽ പുറത്ത് എത്ര പേര് ഫോണിലെ കൂടെ മാത്രം ബന്ധപ്പെട്ട് 2 വർഷം 3 വർഷം 4 വർഷം പോയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്. അങ്ങനെ ഒന്നും ഇല്ലെന്ന് ഞാൻ എന്റെ വൈഫിനോട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു സമാധാനം ആണല്ലേ. പക്ഷെ ഇന്നത്തെ കണ്ടീഷനകത്ത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, എന്റെ വൈഫിനെ സംബന്ധിച്ച് വളരെയധികം ചെയ്തില്ല. കാരണം എന്തുകൊണ്ട് ഓരോ കാര്യത്തിനകത്തും ഇപ്പൊ ഞാൻ എസ്പെഷ്യലി ഞാൻ ഇന്ന് മീറ്റിങ്ങിനകത്ത് ഞാൻ പങ്കെടുക്കൂലെന്ന് കരുതിയ മീറ്റിംഗാണ്. ഞാൻ സോയിബ് സാറി ഏൽപ്പിച്ചായിരുന്നു ഞാൻ എന്ത് ചെയ്യാം, ഞാൻ മീറ്റിങ്ങിനകത്ത് എത്തൂലാണ്. എന്റെ കാരണം എന്താ വെച്ചാൽ വെള്ളിയാഴ്ച തന്നെ നൈറ്റിനകത്ത് ഞാൻ വൈഫോട് കൂടി ഫാമിലി ആയിട്ട് ഇവിടെ ഇറങ്ങിയതാ പുറത്തേക്ക്. 2 ദിവസം വൈകുന്നേരം സ്റ്റേ ചെയ്തതിന് ശേഷം 2 റിസോർട്ടിനകത്ത് താമസിച്ചു. 3ാമത് നമ്മൾ മൈസൂർ റിസോർട്ട് എടുത്തു. മൈസൂർ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വരികയാണെന്നുള്ളതായിരുന്നു എന്റെ കണ്ടീഷൻ. അതായിരുന്നു നമ്മളെ പ്ലാനിങ്. പക്ഷെ ആക്ച്വലി ഇന്നലത്തോടുകൂടി നമ്മൾ ടൂർ അവസാനിച്ചു പോകും. കാരണം ആദ്യം മഴ വരുന്നു, വീട്ടിൽ നിന്ന് വിളി തുടങ്ങി, അവിടെ നിന്ന് വിളി തുടങ്ങി, ഇവിടെ വിളി തുടങ്ങി. ആകെ പ്രശ്നമായിട്ട് എന്ത് ചെയ്തു, നല്ല റിസോർട്ടിനകത്ത് തന്നെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് വൈകിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിനകത്ത് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയുന്ന സംബന്ധിച്ച് ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ച് ചോദിക്കുന്നത്, നമ്മുടെ യാത്രയിനകത്തും അതുപോലെ തന്നെ നമ്മൾ റിസോർട്ടിനകത്തും നിൽക്കുന്ന സമയത്തുണ്ട് നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ പല പ്രയാസങ്ങളും പ്രതിസന്ധി അനുഭവിക്കുന്ന സമയമുണ്ട്. ഈ പ്രയാസങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രയാസം പ്രതിസന്ധി എന്റെ മുന്നിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ഭാര്യ
ഭാര്യനോട് ചോദിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞ ഏക വാക്കുള്ളതൊക്കെ എനിക്കൊന്നും ഓർമ്മയില്ല. സംഭവം വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ഏതൊരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം സക്സസ് വന്നു കഴിഞ്ഞാൽ ഫെയിലിയർ ഒന്നും ഉണ്ടാവില്ല, ഓർമ്മയിൽ നിൽക്കൂല. കാരണം എന്തുകൊണ്ടാണ്? ആ രീതിനകത്ത് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ ആർക്കും പറ്റണം, നമുക്ക് പറ്റണം. അതിന് വേണ്ടിട്ട് ഫസ്റ്റ് ടൈമിലായിരുന്നു ശരിക്കും ആലോചിച്ചൊക്കെ ഇസ്മായിൽ സാർ ഉറക്കത്ത് പോയോ കേട്ടോ, വേറെ ആട്ടം വിളിക്കണ്ടോ കഴിഞ്ഞാൽ അങ്ങനൊന്നും പോണ്ട. ഒരു കാര്യം ഗ്യാരണ്ടീഡ് ആണ്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ബിസിനസ് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരാളും പ്രേമിക്കാൻ തോന്നില്ല. ഇത് മനസ്സിലായില്ലേ? ഈ ബിസിനസ്സിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേറൊരാളും പ്രേമിക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ 100% നിങ്ങൾ ഹസ്ബൻഡിനൊക്കെ 110% വിശ്വസിക്കാം. ഞാൻ വൈഫിനോട് എപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ അന്നെ ഒഴിവാക്കിയിട്ട് വേറൊരു പെണ്ണിട്ടുണ്ടെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ട് പറയാൻ പറ്റും. അപ്പൊ എന്റെ പെണ്ണുങ്ങളോട് പറയണത്, ഇന്നും ഒഴിവാക്കിയിട്ടില്ല, ഭൂമിയിൽ ഇന്നുള്ളൊരു പെണ്ണിട്ടില്ല എന്നുള്ള എനിക്ക് ഉറപ്പാടുന്നത്. എന്തെങ്കിലും വിചാരിച്ചു സോറി ദുർമാണി സാധനങ്ങളുള്ള എന്തുകൊണ്ട്